ലോകം ഇതുവരെ കാണാത്ത ചില നയതന്ത്ര നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ആഗോള ക്രമം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ട്രംപ് നൽകിയ സൂചനകൾ വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഒരു ചരിത്രപരമായ ചുവടുവെപ്പ് തന്നെയായിരുന്നു. ഇറാനുമായി ഒരു അന്തിമ സമാധാന കരാറിലെത്താൻ താൻ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോകാൻ പോലും തയ്യാറാണെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് എന്നെ തന്നെ വേണമെന്ന ട്രംപിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ ഇതിനോടകം തന്നെ ആഗോള വൈറലായി കഴിഞ്ഞു. ഇറാൻ ഒരിക്കലും അണുവായുധം നിർമ്മിക്കില്ല എന്ന കാര്യത്തിൽ ലോകത്തിന് ഉറപ്പു നൽകേണ്ടതുണ്ടെന്നും ആ ലക്ഷ്യത്തിലേക്ക് ഏതാണ്ട് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞുവെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടം ഇതിനോടകം തന്നെ മിക്കവാറും എല്ലാ നിബന്ധനകളോടും യോജിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇനി അവർക്ക് ആ ചർച്ചാമേശയിലേക്ക് എത്തേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അവർ പേനയുമായി ചർച്ചാമേശയിലേക്ക് വന്നാൽ ഉടൻ തന്നെ ഈ തർക്കങ്ങൾക്കെല്ലാം അറുതി വരുത്താമെന്നും അതിനുശേഷം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലും ഉയർന്നുവരുന്ന വിലക്കയറ്റത്തെ ചെറുക്കുന്നതിലും തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഇസ്ലാമാബാദിൽ വെച്ച് കരാർ ഒപ്പിടുകയാണെങ്കിൽ താൻ നേരിട്ട് അവിടെ എത്തുമെന്നാണ് ട്രംപ് ഉറപ്പിച്ചു പറയുന്നത്. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും അവിടുത്തെ ഫീൽഡ് മാർഷലും തന്നോട് കാണിക്കുന്ന സഹകരണം മികച്ചതാണെന്നും അവരുമായി നല്ലൊരു ബന്ധമാണ് ഉള്ളതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള സംഘർഷത്തിലും സമാധാനത്തിന്റെ പുതിയ കിരണങ്ങൾ തെളിയുന്നതായാണ് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 44 വർഷത്തിനിടയിൽ ആദ്യമായി ഇസ്രയേലും ലബനനും ഒരുമിച്ചിരിക്കാൻ പോകുന്നുവെന്ന വലിയ വാർത്തയും ട്രംപ് പങ്കുവച്ചു. വെറും 2 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ലബനൻ പ്രസിഡന്റുമായും ബെഞ്ചമിൻ നെതന്യാഹുവുമായും താൻ ഫോണിൽ സംസാരിച്ചുവെന്നും ഈ സമാധാന നീക്കം വിജയകരമാകാൻ വലിയ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അയൽരാജ്യങ്ങളായിട്ടും ഇത്രയും കാലം അവർ പരസ്പരം കണ്ടിരുന്നില്ല എന്നത് വിശ്വസിക്കാനാവാത്ത കാര്യമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ ഈ സമാധാന ചർച്ചകൾക്കിടയിലും ചില രാജ്യങ്ങളോടുള്ള തന്റെ അതൃപ്തി ട്രംപ് മറച്ചുവെച്ചില്ല. ഓസ്ട്രേലിയയുടെ നിലപാടുകളിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. പ്രതിരോധ മേഖലയ്ക്കായി ബജറ്റിൽ മാറ്റിവെക്കുന്ന തുക വർദ്ധിപ്പിക്കണമെന്ന് നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ ഓസ്ട്രേലിയയോടും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ അത് പൂർണ്ണമായും പാലിച്ചില്ല എന്നതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അമേരിക്കയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഓസ്ട്രേലിയ കൂടെയുണ്ടായില്ല എന്ന ഗൌരവമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ചില സുഹൃത് രാജ്യങ്ങൾ കാണിക്കുന്ന ഈ പിന്മാറ്റം അംഗീകരിക്കാനാവില്ലെന്ന കർശന നിലപാടിലാണ് അമേരിക്കയുള്ളത്. ലോകം ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര നീക്കങ്ങൾ സത്യമായാൽ അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമാധാന കരാറുകളിൽ ഒന്നായി മാറും. യുദ്ധവും സംഘർഷവും നിറഞ്ഞ മധ്യേഷ്യയിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ ട്രംപിന്റെ ഈ പാകിസ്ഥാൻ സന്ദർശനവും ഇറാനുമായുള്ള കരാറും വഴിതെളിയിക്കുമെന്ന് കരുതപ്പെടുന്നു. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ വൻശക്തികൾ തമ്മിലുള്ള ഈ ശീതയുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നും കേൾക്കുന്നത്. ലോക സമാധാനത്തിനായുള്ള ഈ നീക്കങ്ങൾ എങ്ങനെയൊക്കെ പരിണമിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.